നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 15. ഒരമ്മയെ കാത്ത് ഒരു മകൾ കണ്ണീരൊഴിച്ച് കാത്തിരിക്കുകയാണ്. തന്റെ മകളെ തൂക്കിക്കൊല്ലല്ലേ എന്ന മുട്ടിപ്പായിൽ പ്രാർത്ഥിക്കുന്ന മറ്റൊരമ്മയുണ്ട്. തന്റെ മകളെയും ഭർത്താവിനെയും അമ്മയും ഇനി ഒരിക്കലും കാണാൻ പോലും കഴിയില്ലേ എന്നൊരു പ്രാർത്ഥനയും, എന്നാൽ തന്നെ ആരെങ്കിലും അവസാന നിമിഷം തൂക്കുകയറിന് മുന്നിൽ നിന്നും രക്ഷിക്കാൻ വരുമെന്ന പ്രാർത്ഥനയിലും വരുമെന്ന വിശ്വാസത്തിലും ഒരു യുവതി യമൻ ജയിലിൽ കഴിയുകയാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഏറ്റവും ഒടുവിൽ അടിയന്തര നീക്കങ്ങൾ നടന്നുവരികയാണ്. അവസാന ഘട്ടത്തിലും തീവ്ര പരിശ്രമം തന്നെയാണ് നടക്കുന്നത്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടതോടുകൂടി സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ നേതൃത്വത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. യമൻ ഭരണകൂടം പ്രതിനിധികളും ഗോത്ര തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനിടെ കാന്തപുരം കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മഹ്ദിയുടെ സഹോദരനുമായി സംസാരിച്ചു. ഷെയ്ഖ് ഹബീബ് ഉമർ മുഖേനയാണ് കുടുംബവുമായി ബന്ധപ്പെട്ടത്. ദയാദനം നൽകാമെന്നും മാപ്പ് നൽകണമെന്നുമുള്ള അഭ്യർത്ഥനയോട് കുടുംബം അനുകൂലമായി പ്രതികരിച്ചാൽ നിമിഷപ്രിയയ്ക്ക് അനുകൂല സാഹചര്യം ഒരുങ്ങും. അതിനെ തൂക്കുകയറിന് മുന്നിൽ ഒരു നിമിഷം മാത്രം ബാക്കി നിൽക്കുമ്പോഴാണെങ്കിൽ പോലും ഒരു അനുകൂല സാഹചര്യം ഉണ്ടാകും. മോചനത്തിനായി ഇടപെടണമെന്ന ചാണ്ടിയുമ്മൻ MLA കാന്തപുരത്തോട് അഭ്യർത്ഥിച്ചിരുന്നു. തുടർന്നാണ് കാന്തപുരത്തിന്റെ നിർണായക ഇടപെടൽ വരുന്നത്. സുപ്രീം കോടതി പോലും കൈവിട്ട കേസിലാണ് കാന്തപുരത്തിന്റെ ഒരു നേരിട്ടുള്ള ഇടപെടൽ വരുന്നത്. വടക്കൻ യമനിൽ നടക്കുന്ന അടിയന്തര യോഗത്തിൽ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധി ഹബീബ് അബു റഹ്മാൻ അലി മഷൂർ, അതുപോലെ തന്നെ യമൻ ഭരണകൂട പ്രതിനിധികൾ, ജിനായത്ത് കോടതി സുപ്രീം ജഡ്ജി, തലാലിന്റെ സഹോദരൻ, ഗോത്ര തലവന്മാർ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ബ്ലഡ് മണി സ്വീകരിച്ച തലാലിന്റെ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകണമെന്നാണ് ചർച്ചയിലെ നിർദ്ദേശം. വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി മോചനം സാധ്യമാക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. ഇന്നലെയാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വിഷയത്തിൽ ഇടപെട്ടത്. വധശിക്ഷ നടപ്പിലാക്കാൻ ഒറ്റ ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് നിർണായക നീക്കങ്ങൾ നടക്കുന്നത്. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ കൂടുതൽ ഒന്നും ചെയ്യാനില്ല എന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. ഇനി നമുക്ക് സമൂഹ മാധ്യമങ്ങളിലേക്ക് കണ്ണോടിക്കാം. പക്ഷേ ഇനി പറയാൻ പോകുന്ന കാര്യം ഒരു പക്ഷേ നിമിഷപ്രിയയുടെ കുടുംബത്തെ തളർത്തുന്നതായിരിക്കാം. എന്നാലും ചില മലയാളികളുടെ കുത്തിത്തിരിപ്പുകളും ചില മലയാളികളുടെ ഇപ്പോഴുള്ള വർഗീയ പറച്ചിലും ഒക്കെ തന്നെ നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും നിമിഷപ്രിയയെ രക്ഷിക്കണമെന്ന് പറയുമ്പോഴും ചിലർ അതിൽ നിന്ന് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. കാരണം അവർ പറയുന്ന ന്യായം ഇങ്ങനെയാണ്: ഒരു മനുഷ്യനെ കൊന്ന് കഷ്ടമാക്കിയതല്ലേ, പിന്നെ എന്തിന് രക്ഷിക്കണം? മാത്രമല്ല, ഈ പ്രവാസി നാടിലെ, അതായത് ഈ ഷാർജ, അതുപോലെ തന്നെ യമൻ തുടങ്ങിയ നാടുകളിലെ ശിക്ഷാരീതികൾ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഇന്ത്യയിലും വരണമെന്ന് ആഗ്രഹിക്കുകയും എന്നാൽ ആ ശിക്ഷ നടപ്പാക്കുമ്പോൾ അവരെ നിന്ന് ഇല്ലാത്ത പണം മുടക്കി അവരെ രക്ഷപ്പെടുത്താനും നോക്കുന്ന മലയാളികളുടെ വിരോധാഭാസം എങ്ങനെയാണ് നോക്കിക്കാണുക എന്നടക്കമുള്ള കമന്റുകളും വരികയാണ്. മാത്രമല്ല, മലയാളികളായിട്ടുള്ള നിമിഷപ്രിയ ജോളിയൊക്കെ ചെയ്ത പോലെയുള്ള കൊലപാതകം തന്നെയല്ലേ നിമിഷപ്രിയയും ചെയ്തത് എന്ന് ചോദിക്കുന്നവരും കുറവല്ല. എന്തായാലും അതിലൊരു പ്രധാനപ്പെട്ട ഒരു കമന്റ് ഉണ്ട്. അത് വലിയൊരു ദീർഘമായ ഒരു കമന്റാണ്. നമുക്ക് ആ ഒരു കമന്റ് ഒന്ന് വായിക്കാം. കൊലയാളികളെ എന്തിന് രക്ഷപ്പെടുത്തണം? റഹീം, നിമിഷപ്രിയ എന്നിവരെ എന്തിന് സഹായിക്കണം? വാഹനാപകട കേസുകളിലും മറ്റും ചെറിയ കേസുകളിലുമായി ഗൾഫിൽ ജയിലുകളിലുള്ളിൽ 200 പേരെ രക്ഷിക്കുവാൻ 2 കോടി രൂപ മതിയാകും. അത്തരം കേസുകളിൽപ്പെട്ട് പോയവർക്ക് വേണ്ടി ശബ്ദിക്കാതെ കൊലയാളികളാണ് എന്ന് തെളിയിക്കപ്പെട്ട റഹീമിനും നിമിഷപ്രിയയും അവർക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കുന്ന ലോക മലയാളികൾ. കേവലം 10,000 റിയാൽ, അതായത് 2 ലക്ഷം രൂപ ബാധ്യതയായി ഗൾഫ് ജയിലുകളിൽ കഴിയുന്ന നൂറുകണക്കിന് പ്രവാസികളുണ്ട്. എന്തുകൊണ്ടാണ് മലയാളി സമൂഹമേ നിങ്ങളുടെ മനസ്സുകൾ അവർക്ക് വേണ്ടി ശബ്ദിക്കാതിരിക്കുന്നത്? ക്രൂരമായ കൊലയാളികൾക്ക് വേണ്ടി മലയാളികൾ പൊഴിക്കുന്ന കണ്ണീർ തുള്ളികൾ കാപട്യത്തിന്റെ അടയാളമാണെന്ന് പറഞ്ഞാൽ കുറ്റം പറയുന്നവനുമേലായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. റഹീം കേസ് വലിയൊരു വ്യാപാരമാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം സമ്പന്നരായി മാറിയെന്നതാണ് യാഥാർത്ഥ്യം. കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥർ നാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടപ്പോൾ 40 ലക്ഷത്തിന്റെ കാറ് വാങ്ങി തന്റെ കറകളഞ്ഞ സാമൂഹ്യ സേവനത്തിന്റെ നിത്യസ്മാരകമായി മാറി. സൗദിയിൽ തകർന്ന മറ്റൊരാൾ ഖത്തറിൽ പോയി വലിയ രീതിയിൽ സെറ്റിലായി. ഇതാണ് തിരശ്ശീലയ്ക്കുള്ളിലെ റഹീം എന്ന വലിയ കച്ചവടത്തിന്റെ രസതന്ത്രം. മാത്രമല്ല, റഹീമിന്റെ കുടുംബത്തെ നോക്കൂ, അവർ മാത്രം കഷ്ടത ഇപ്പോഴും അനുഭവിക്കുന്നു. നിമിഷപ്രിയയുടെ ചരിത്രമെന്ന് പറഞ്ഞിട്ട് മറ്റൊരാളുടെ കമന്റ് കൂടി ഇതിലേക്ക് കോട്ട് ചെയ്തിരിക്കുകയാണ്. നിമിഷപ്രിയ ടോമി തോമസ് ചെയ്ത കുറ്റം എന്താണ്? സ്വന്തം ഭർത്താവിനെയും കുട്ടിയെയും യമനിൽ നിന്നും നാട്ടിലേക്ക് പറഞ്ഞയച്ചു. കുറച്ചു കഴിഞ്ഞ് തലാൽ എന്ന ഒരു യമൻ പൗരനുമായി അടുപ്പത്തിലായി. അയാളുടെ സ്പോൺസർഷിപ്പിൽ ക്ലിനിക്ക് തുടങ്ങി. അയാളും ഇവളും കൂടി ക്ലിനിക്ക് നടത്തി. ഇവൾ അയാളുടെ കൂടെ താമസവുമാക്കി. വിവാഹം കഴിച്ചു എന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി യമനി പൗരനെ ഭർത്താവാക്കി. കുറെ കഴിഞ്ഞ് തലാൽ എന്ന ഈ യമനി പൗരൻ 110 കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി കൊന്നു. ക്ലിനിക്കിലെ ഗ്രൗണ്ട് വാട്ടർ ടാങ്കിൽ ഇട്ടു.
മാത്രമല്ല കുറച്ചു ദിവസം കഴിഞ്ഞ് മണം അസഹ്യമായപ്പോൾ പോലീസ് വന്നു, കൊലപാതകം കണ്ടെത്തി. അപ്പോഴേക്കും നിമിഷപ്രിയ മുങ്ങി. കുറെ കഴിഞ്ഞാണ് അവളെ മറ്റൊരു സ്ഥലത്ത് നിന്ന് വെച്ച് യമൻ പോലീസ് പിടികൂടിയതും ജയിലിലാവുന്നതും. ഇവളെ രക്ഷിക്കാനാണ് ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് കേരളം. അതേസമയം മറ്റൊരു വാർത്തയും കൂടെ നോക്കുമ്പോൾ അബ്ദുറഹീം ചെയ്ത കുറ്റം എന്താണ്? വികലാംഗനായി കിടപ്പിലായ ഒരു സൗദി ബാലനെ ആ കുട്ടിക്ക് കൊടുത്തിരുന്ന ഓക്സിജൻ എടുത്തു കളഞ്ഞ് ശ്വാസം മുട്ടിച്ചു കൊന്നു. ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ പോലും ശ്രമിക്കാതെ ആളൊഴിഞ്ഞ വിജന പ്രദേശത്ത് കാർ നിർത്തി അയാളുടെ ബന്ധുവിനെ വിളിച്ചു വരുത്തി തട്ടിക്കൊണ്ടുപോവൽ നാടകം കളിച്ചു. സൗദി പോലീസ് അതിനെ അകത്താക്കി. എന്നിങ്ങനെ തുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ് മലയാളികൾ. ഇത് ഒരാളുടെ മാത്രം കമന്റ് അല്ല, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കമന്റുകളുണ്ട്. ഒരുപക്ഷെ നിമിഷപ്രിയയുടെ കുടുംബത്തെ ഈ നിമിഷത്തിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് ഇങ്ങനെയുള്ള കമന്റുകൾ കൂടിയായിരിക്കാം. മാത്രവുമല്ല, അതായത് ജീവൻ രക്ഷാമാർഗമാണ് നിമിഷപ്രിയ ഇത്തരത്തിലുള്ള കൊലപാതകം നടത്തിയത് എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, നിമിഷപ്രിയയുടെ കൂട്ടുകാരിയാണ് ഇത്തരത്തിലുള്ള, അതായത് യമനി പൗരി കൂടിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഇത്തരത്തിൽ കഷ്ടങ്ങളാക്കി നുറുക്കിയത് എന്ന് പറയുന്നു. കൊലയാളിയുടെ മകൾ അല്ലെങ്കിൽ കൊലയാളി എന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കുകയാണ് എന്ന ഏറ്റവും ഒടുവിലെ ഈ വാചകത്തിൽ നിന്നും, അതായത് ഏറ്റവും ഒടുവിലെ ജയിലിൽ നിന്നും വന്ന നിമിഷപ്രിയയുടെ കത്തിലും അതുപോലെ തന്നെ നിമിഷപ്രിയയുടെ വീഡിയോ കോളിലും ഒക്കെ തന്നെ പറയുന്നത് ഒരു നിസ്സഹായ അവസ്ഥയിലാണ് നിമിഷപ്രിയ ഉള്ളത്. തന്നെ എന്തായാലും തന്റെ അവസാന നിമിഷമാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിമിഷപ്രിയയ്ക്ക് മനസ്സിലായി എന്ന് നിമിഷപ്രിയ ഒടുവിൽ ഭർത്താവിനെ വിളിച്ചപ്പോൾ ഫോണിലൂടെ സംസാരിക്കുകയുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. എന്തായാലും മറ്റൊരു ഘട്ടത്തിൽ ബോബി ചെമ്മണ്ണൂർ അടക്കമുള്ളവർ ഈ ഒരു കേസിൽ ഇടപെടുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു. ബോബി ചെമ്മണ്ണൂർ യമനിലേക്ക് പുറപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. യമനിലുള്ള ഏറ്റവും അടുത്ത ഒരു സുഹൃത്തുമായി സംസാരിക്കുന്നു എന്നൊക്കെ അറിഞ്ഞിരുന്നു. എന്തായാലും ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു ഇടപെടൽ കൂടി നമുക്കൊന്ന് നോക്കാം. അബ്ദുൾ റൌഫിന്റെ സുഹൃത്താണ് യമനിലുള്ള ഇസുദ്ദീൻ എന്ന ബിസിനസ്സുകാരൻ. ദുബായിൽ ഇദ്ദേഹം ബിസിനസ്സുകാരനാണ്. അദ്ദേഹം തന്റെ വീഡിയോകളൊക്കെ കാണാറുണ്ട്. അങ്ങനെയാണ് അബ്ദുൾ റൌഫ് വഴി തന്റെ അടുത്തേക്ക് എത്തുന്നത്. നിമിഷപ്രിയയുടെ മോചനം സംബന്ധിച്ചുള്ള സംസാരം വന്നപ്പോൾ ഇസുദ്ദീൻ പറഞ്ഞത് അദ്ദേഹത്തിന് അവരെയൊക്കെ പരിചയമുണ്ട് എന്നാണ്. അവിടുത്തെ ഗ്രാമത്തലവനും പിന്നെ കൊല്ലപ്പെട്ട ആളുടെ കുടുംബാംഗങ്ങളും ഒക്കെ കൂടിയാണ് ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത്. കഴിഞ്ഞ മാസം ശ്രമിച്ചപ്പോഴൊക്കെ മറ്റുള്ളവർക്കുണ്ടായതുപോലെയുള്ള അനുഭവം തന്നെയാണ് തനിക്കും ഉണ്ടായത് എന്ന് ബോബി ചെമ്മണ്ണൂർ പറയുന്നു. പണം കൊടുത്താലും കുടുംബത്തിലുള്ള ചിലരൊക്കെ നിമിഷപ്രിയയോട് ക്ഷമിക്കാൻ തയ്യാറല്ല. അതാണ് ഇവിടുത്തെ വലിയ വെല്ലുവിളി. 2 ദിവസമായി ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇസുദ്ദീൻ അവിടെയുള്ള ഗ്രാമതലവനെ ബന്ധപ്പെട്ട് ചർച്ച നടത്തിയതിന്റെ ഭാഗമായി അവർ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ തയ്യാറാണ് എന്നാണ് താനുമായി വീഡിയോ കോളിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞതെന്നും ആ വീഡിയോ താൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നും അതിനൊക്കെ ഒരു തെളിവ് വേണമല്ലോ എന്നും പറയുന്നു. എന്ത് ചെയ്താലും ഒരു നെഗറ്റീവ് ഉണ്ടാകും, അത് താൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അത് കാരണം പിന്മാറാൻ പറ്റില്ലല്ലോ എന്നും ബോബി ചെമ്മണ്ണൂർ ചോദിക്കുകയാണ്. അബ്ദുൾ റൌഫും അറബി പൗരനും ഒക്കെ സംസാരിക്കുന്ന വീഡിയോ ക്ലിപ്പുകളും തന്റെ കൈവശമുണ്ട്. അതൊക്കെ മാധ്യമങ്ങൾ കൈമാറാൻ തയ്യാറാണ്. അവരെ വിശ്വസിച്ചുകൊണ്ടാണ് 1 കോടി രൂപ കൊടുക്കാൻ തീരുമാനിച്ചത്. ബാക്കി പണം പിരിച്ചെടുക്കണം. 34 കോടി ചോദിച്ചപ്പോൾ 44 കോടി തന്ന മലയാളികൾ കട്ടയ്ക്ക് നിൽക്കുകയാണ്. ഒരു അത്യാവശ്യം വന്നാൽ ജാതിയും മതവും കക്ഷി രാഷ്ട്രീയവും ഒക്കെ മറന്ന് ഒരുമിച്ച് നിന്ന് മലയാളികൾ ലോകത്തിന് മാതൃകയായിട്ടുണ്ട്. വീണ്ടും അത് ഇവിടെ ആവർത്തിക്കപ്പെടും. ആ ഒരു വിശ്വാസത്തിലാണ് ഇതിനൊക്കെ തന്നെ ഇറങ്ങിത്തിരിക്കുന്നത്. നിമിഷപ്രിയ സഹായ കമ്മിറ്റി എത്ര പണം പിരിച്ചിട്ടുണ്ട് എന്നൊന്നും അറിയില്ല എന്നും ബോബി ചെമ്മണ്ണൂർ കൂട്ടിച്ചേർത്തു. അതേസമയം റഹീമിന്റെ ധനസഹായം, അതായത് റഹീമിന്റെ ദയാധനത്തിനു വേണ്ടി പിരിച്ച തുകയിൽ നിന്നും 11 കോടി രൂപ ബാക്കിയുണ്ടെന്നും ആ 11 കോടി വേണമെങ്കിൽ നിമിഷപ്രിയയ്ക്കായി സഹായത്തിന് നൽകാമെന്ന് റഹീമിന്റെ കുടുംബം പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ബാക്കി എല്ലാ ചർച്ചകളും നമുക്ക് മാറ്റിവെച്ച് നിമിഷപ്രിയയുടെ കുടുംബത്തിലേക്ക് വരാം. നിമിഷപ്രിയയുടെ മകൾക്കും ഭർത്താവിനും അമ്മയ്ക്കും ഒരു ആത്മബലം നൽകട്ടെ, ഏതൊരു സാഹചര്യവും നേരിടാനുള്ള ആത്മബലം നൽകട്ടെ. കാരണം ഒന്നും നമ്മളുടെ കയ്യിലല്ല ഇരിക്കുന്നത്. അവസാന നിമിഷം ഏതെങ്കിലും തരത്തിലുള്ള ഒരു അത്ഭുതം സംഭവിക്കട്ടെ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. അപ്പോഴും ഇത്തരമുള്ള കമന്റുകളും ഇത്തരത്തിലുള്ള ചില തെറ്റായ നീക്കങ്ങളും ഒക്കെ തന്നെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട് എന്നത് മറുവശവും കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്.